അസ്സലാമലൈക്കും, നമസ്കാരം. സജീസ് ഹോം കഫയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്നറിയാമോ? ഏത്തപ്പഴ കട്ട്ലറ്റാണ്. നല്ല പഴുത്ത ഏത്തപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ എടുത്തോളൂ. നല്ല അടിപൊളി ഏത്തപ്പഴം കട്ട്ലറ്റ് ഉണ്ടാക്കാം. കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ഒന്നാന്തരം ഒരു സ്നാക്കാണ്. വൈകിട്ട് നമുക്ക് ചായയോടൊപ്പം അല്ലെങ്കിൽ കട്ടൻ ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഏത്തപ്പഴം കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പേ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏത്തപ്പഴ കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഏത്തപ്പഴ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത 2 കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഒന്ന് ഉരിച്ചെടുത്തിട്ട് നെടുക ഒന്ന് കീറി 4 പീസാക്കി 4ആയിട്ടൊന്ന് കണ്ടോ, ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുക. ഇത് നമുക്കൊന്ന് നെയ്യിലൊന്ന് വേവിച്ച് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് പഴുത്ത കായ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഇത്ര കൃത്യതയായിട്ട് ഇത്ര അളവിൽ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. നമുക്കെത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് ചെയ്യുക. പഴുത്ത കായ ആയതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും. ഏത്തപ്പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് പല പല വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. അവർ കളിച്ചിട്ട് വരുമ്പോഴേക്കും നമ്മൾ ചൂടോട് ഇതുണ്ടാക്കി കൊടുത്താൽ എത്ര കഴിക്കാത്ത മക്കളും കഴിച്ചു പോകും. അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമ്മളത് നല്ല ചൂട് നെയ്ക്കകത്തേക്ക് ഇടുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് വരും. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തൊന്ന് വറുത്ത് എടുക്കുക. ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് എല്ലാ വീട്ടിലും ഉണ്ടാകണമെന്നില്ല. നമുക്ക് കപ്പലണ്ടി ഇല്ലേ, നമ്മുടെ കപ്പലണ്ടി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നെയ്ക്കകത്ത് വറുത്തിട്ട് അത് എടുത്ത് മാറ്റി വയ്ക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അതും ഇടാം. ഇപ്പോൾ ഇവിടെ ഇല്ല, ഞാൻ പായസത്തിന് എടുത്തു പോയതുകൊണ്ട് അത് തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ആ ചൂടായ നെയ്യിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് കളറ് മാറി നന്നായിട്ട് വേവണം. വഴറ്റി വേവിച്ച് ഉടച്ചെടുക്കാൻ പോവുകയാണ്. കണ്ടോ, തീ ഒരുപാട് കൂട്ടി വയ്ക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി എല്ലാ വശത്തും എത്തത്തക്ക നിലയ്ക്ക് കളറ് മാറി വരുമ്പോഴേക്കും നമ്മളൊരു 2 സ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് വേവിച്ച് വഴറ്റി ഉടച്ചെടുക്കണം. കണ്ടോ, ചൂട് പിടിച്ചപ്പോൾ തന്നെ നമ്മുടെ ഏത്തപ്പഴം കളറൊക്കെ മാറി വെന്ത് ഉടയാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ആ സ്പാച്ചുല വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ കുട്ടിക്കാലമാണ് ഓർക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉണ്ടാക്കും. അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ട്യൂഷന് കഴിഞ്ഞ് വരുമ്പോൾ കളി കഴിഞ്ഞ് വരുമ്പോൾ അവർ നന്നായിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. ഞാൻ ആസ്വദിച്ചുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഒരു സാധനങ്ങൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ലായിരുന്നു. അത് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങ തിരുമ്മി നല്ല പൊടിയായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 3-4 ഏലക്ക ഞാനത് പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തിരിക്കുകയാണേ. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിരിക്കുകയാണ്. റസ്ക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. കണ്ടോ, നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 കപ്പ് മൈദ അതൊന്നെടുത്ത് കണ്ടോ, അത് നമുക്കതൊന്ന് മുക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമ്മൾ നമ്മുടെ ദോശമാവിന് കലക്കുമല്ലോ അതേപോലെ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് കലക്കി നല്ല പാകത്തിനുള്ള ഇതാണ് അതിൻ്റെ പാകം. കണ്ടോ, നമ്മൾ ദോശമാവിനൊക്കെ കലക്കുന്നത് പോലെ തരിയില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കണം. നമുക്ക് വേണമെങ്കിൽ മുട്ടയും എടുക്കാം. 2 മുട്ട ഇതേമാതിരി ഒന്ന് അടിച്ചെടുത്ത് വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിലേക്ക് തേങ്ങാപ്പീര, അണ്ടിപ്പരിപ്പ്, ഏലക്കാപ്പൊടി ഇതെല്ലാം ചെറു ചൂടോടുകൂടി തന്നെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
കണ്ടോ? അപ്പോൾ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ആ ഏത്തപ്പഴത്തിലേക്ക് തേങ്ങയും അണ്ടിപ്പരിപ്പും ഏലക്കപ്പൊടിയും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ദാ നമ്മളതെല്ലാം മിക്സ് ചെയ്ത് ഒന്ന് തണുത്ത് നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ ഉള്ള ചൂടാവുമ്പോഴേക്കും നമുക്ക് എടുക്കാം. ഇതാ കണ്ടോ? ഇപ്പോൾ അതെല്ലാം കറക്റ്റിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഏത്തപ്പഴം കയ്യിൽ ഒട്ടുന്നില്ല. ചില ഏത്തപ്പഴം നമ്മളിത് വേവിക്കുമ്പോഴേക്കും സ്റ്റിക്കി ആയിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കത്തില്ലേ? അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒന്നിൽ ബ്രെഡ് പൊടി അല്ലെങ്കിൽ റിസ്ക് പൊടി കുറച്ച് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടത്തില്ല. ഇത് നല്ല പാകത്തിനുള്ള ഏത്തപ്പഴമായിരുന്നു. ഇതാ നമ്മളത് കുറച്ചെടുത്തിട്ട് ഉരുളയാക്കിയിട്ട് നമ്മൾ സാധാരണ നമ്മൾ ബീഫ് കട്ട്ലറ്റ് അല്ലെങ്കിൽ ചിക്കൻ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കത്തില്ലേ? അതേപോലെ തന്നെ ഉരുട്ടി ആവശ്യത്തിനെടുത്ത് ഇതാ കട്ട്ലറ്റിൻ്റെ മോഡലിലൊന്ന് റെഡിയാക്കി എടുത്തിട്ട് നമ്മളിനി അത് ആ മൈദ കലക്കിയ അതിലേക്ക് ഇടുകയാണ്. പക്ഷേ നമുക്ക് മുട്ടയും ഇങ്ങനെ ചെയ്യാം. ഞാൻ മുട്ട ചെയ്തും എടുത്തിട്ടുണ്ട്. പക്ഷേ മുട്ടയുടെ ടേസ്റ്റ് മക്കൾക്ക് ഇഷ്ടപ്പെടാത്തില്ല ചിലപ്പോൾ. അപ്പോൾ അത് കാരണം ഞാൻ മിക്കപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. ഇതാ കണ്ടോ? അങ്ങനെ ഒന്ന് ആ മിക്സിയിലേക്കിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് പൊടിയിലേക്കിട്ട് നമ്മൾ കട്ട്ലറ്റിന് ചെയ്യുന്ന അതേപോലെ തന്നെ ഇതും കട്ട്ലറ്റ് തന്നെയാണ്, സ്വീറ്റ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഒന്ന് ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് നമ്മൾ വെക്കുക. അങ്ങനെ നമ്മളിതെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കട്ടെ. ഇനി നമുക്കിഷ്ടമുള്ള ആകൃതിയിലുണ്ടാക്കാം. കുട്ടികളെ കളിപ്പിക്കാൻ എന്തൊക്കെ രൂപങ്ങളാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നറിയാമോ? ഞാൻ ഇതൊരു ലവ് ചിഹ്നത്തിൻ്റെ മോഡൽ. എൻ്റെ മോൾക്ക് എപ്പോഴും അവൾക്ക് ഞാൻ ഇപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഹാർട്ടിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അതാണ് അവൾക്ക് വേണ്ടത്. അത് തന്നെ ഞാൻ കുറേ ഉണ്ടാക്കി വയ്ക്കും. മോനാണെങ്കിൽ ഓവൽ ഷേപ്പ് വേണം. അവന് കുറച്ച് അങ്ങനെ ഉണ്ടാക്കും. നല്ല രസമാണ്. ഇവിടെ ഇത് ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് 2 പേർക്കും 2 ആകൃതിയിലുള്ളത് വേണം. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മടിയില്ലാതെ അവർ കഴിക്കും. അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിലാണ് ചെയ്തു കൊടുക്കുന്നത്. കണ്ടോ? അത് ബീഫ് വെച്ചിട്ട്, ചിക്കൻ വെച്ചിട്ട്, മുട്ട, അതേപോലെ തന്നെ ഏത്തപ്പഴം, അങ്ങനെ എല്ലാം വെച്ചിട്ട് ഞാൻ മീൻ ഉടച്ചിട്ട് ഞാൻ ഇതുപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കി എൻ്റെ മക്കൾ ധാരാളം കഴിച്ചിട്ടുള്ളതാണ്. അവർ നന്നായി ഫുഡ് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനും തോന്നും. അങ്ങനെ നമ്മൾ അതെല്ലാം ഇതേമാതിരി അങ്ങോട്ട് ചെയ്ത് എടുക്കുക. നമ്മൾ കഴിവതും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതല്ലാതെ അപ്പോൾ ചോദിക്കും നിങ്ങൾ വാങ്ങിക്കത്തില്ലേ? വാങ്ങിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ കൈകൊണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അവരത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഉള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതെൻ്റെ മോന് ഇഷ്ടമുള്ളതാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഇതൊക്കെ ഇപ്പം ഞാനിതെല്ലാം ഓർക്കുകയാണ്. കുഞ്ഞുങ്ങൾ വളർന്നു പോയപ്പോഴത്തേക്ക് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നില്ല. ഇപ്പം ഞാനിതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്താലും നമുക്ക് കഴിക്കാൻ ആരുമില്ല. കഴിക്കാൻ ആളുണ്ടെങ്കിലാണ് നമ്മളിതെല്ലാം എന്ത് വേണേലും ഉണ്ടാക്കാം. അങ്ങനെ നമ്മളതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പല ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അതേപോലെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ 2 ഏത്തപ്പഴം വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ 10 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രയും വലിപ്പത്തിലായിട്ട് ഉണ്ടാക്കിയിട്ടാണേ. ഇല്ലെങ്കിൽ ഒരു 12-13 എണ്ണം എടുക്കാം. നമുക്ക് തിളച്ചിടക്കുന്ന എണ്ണയിലേക്ക് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഇടാവൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഏത്തപ്പഴവും അണ്ടിപ്പരിപ്പും എല്ലാം ഒന്ന് കുക്കായതാണ്. അപ്പോൾ പുറമേ ഉള്ള കോട്ടിങ് ആ ബ്രെഡ് പൊടിയും മൈദയും ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ തീയൊന്ന് കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഇത് എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാൻ. തിരിച്ചും മറിച്ച് വിട്ട് കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റാണ്. മധുരവും എല്ലാം നല്ല അടിപൊളിയാണ്. ഇടയ്ക്കിടയ്ക്ക് ആ അണ്ടിപ്പരിപ്പ് നെയ്ക്കകത്ത് വറുത്ത പരിപ്പൊക്കെ കടിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളു നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പിയുമാണ്. അടിപൊളിയാണ്. എല്ലാവരും അവരവരുടെ മക്കൾക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ കട്ട്ലറ്റും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെയൊന്ന് ചെയ്തു കൊടുത്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, ഓവൽ ഷേപ്പുണ്ട്, ലവ് ചിഹ്നമുണ്ട്, റൗണ്ട് ഷേപ്പുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇതാണെങ്കിൽ പുറമേ നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റുമാണ്. ഇടയ്ക്കിടയ്ക്ക് ആ അണ്ടിപ്പരിപ്പൊക്കെ നെയ്ക്കകത്ത് വറുത്തില്ലേ, അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കും. അടിപൊളിയാണ്. ഇതാ ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. കണ്ടോ? അടിപൊളി ടേസ്റ്റാണ്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഒരു വീട്ടിലും ഏത്തപ്പഴം ഇല്ലാത്ത വീട് കാണത്തില്ലല്ലോ. 2 ഏത്തപ്പഴം എടുക്കുക, ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു സൂപ്പർ റെസിപ്പിയുമായി നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.